Hello, a warm good morning to each and everyone over here. Welcome to Teachers, an online platform of Password Publishing House for teachers, training, and empowerment. I am Paulvi Kuriakos from Password Publishing House. Our next academic season is on the doorstep. When this pandemic started last year, we all thought this could last only for a few months. Then we thought maybe an year. Then we thought this vaccination would help us and could resume our academic session next year. But still, we are on the same boat. Rather, this pandemic has engraved us. But we, as teachers, need to run the show because we have a different kind of responsibility in the society. Rather, the most important one among any other profession, as it says, teaching is the mother of all profession. ഇപ്പോൾ പുതിയ പഠന രീതിയിൽ ഓൺലൈനിലൂടെ അതും കുഞ്ഞു കുട്ടികൾക്ക് ഇതുവരെയും സ്കൂളിന്റെ മുറ്റം ചവിട്ടാത്തവർ പ്രത്യേകിച്ചും ഈ വർഷം കാരണം കഴിഞ്ഞ വർഷം LKG വന്നവർ അറ്റ്ലീസ്റ്റ് നഴ്സറി ക്ലാസ്സിലെങ്കിലും പോയിട്ടുണ്ടാകും ഈ വർഷം അതിനു പോലും സൗകര്യം ലഭിച്ചിട്ടില്ല ഇതെല്ലാം നമുക്ക് നൽകുന്നത് പുതിയ വെല്ലുവിളികളാണ് നമ്മൾ സധൈര്യം നേരിടേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത് ഏത് തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ഇവർക്ക് നൽകേണ്ടത് അവലംബിക്കേണ്ടത് എങ്ങനെയാണ് അത് ഈ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങൾ ധാരാളമുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം നമ്മുടെ ഒപ്പമുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ബിനീഷ് സാറാണ് ബിനീഷ് സാറിന് ഒരു പരിചയപ്പെടുത്തൽ പ്രത്യേകിച്ച് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ ആവശ്യമില്ല എന്നാൽ കൂടിയും that is our responsibility to introduce him to this particular session. Binish sir, as you know, is a triple postgraduate with a professional academic degree, education degree with him, has 15 years of teaching experience. Among this, he was acting as a head of an institution for the last 10 years. In the field of training, he has been here for the last 11 years. He has conducted a number of programs. I don't know how we count it. He has done programs across South India. That is around 500 plus. And that to teachers, to students, to parents. He has touched around lakh plus students and even 50,000 plus teachers. That many programs he has conducted. നിങ്ങളിൽ പലരും അദ്ദേഹത്തിന്റെ പല പ്രോഗ്രാംസും ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും എന്തായാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ബട്ടർഫ്ലൈസിനെ പറ്റി അതിന്റെ ഫസ്റ്റ് ടൈമിനെ പറ്റിയാണ് ഫസ്റ്റ് ടൈം ഏത് തരത്തിലാണ് ക്ലാസ് എടുക്കേണ്ടത് ഏത് തരത്തിലാണ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ക്വറീസ് ഉണ്ടെങ്കിൽ റേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഇനിയും കമന്റ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചാറ്റ് ബോക്സിലൂടെ തരണം നമ്മുടെ ചാറ്റ് ബോക്സ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്വറീസ് ഉണ്ടെങ്കിൽ അവിടെ മെസ്സേജ് ചെയ്യുക ആ മെസ്സേജുകൾ ബിനീഷ് സാർ നോക്കി നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ ഒപ്പം ഈ പ്രോഗ്രാമിന്റെ ഒപ്പം ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഏത് തരത്തിലുള്ള ക്വറീസും നിങ്ങൾക്ക് റേസ് ചെയ്യാവുന്നതാണ് Once again, thank you very much for attending this particular session. We have around 500 plus participants, that is 560 participants as of now. We are expecting many more teachers. Probably in another 10 minutes, we may touch around 700 to 800 participants for this particular program. Probably one of the largest program for teachers ever. Thank you very much once again, and over to Binish sir. Binish sir, please. Thank you,
Paul sir, for giving an introduction. Respected teachers, my dear teachers, good morning to all of you. Sir പറഞ്ഞ പോലെ ഇപ്പോൾ almost 600 teachers ആയിട്ടുണ്ട്. And nice to see you again. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ പല പ്രോഗ്രാംസും ഇതുപോലെ ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്തതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതാണ്. And I'm so happy that Password could conduct many programs, such programs for kindergarten teachers exclusively. വേറെ ആർക്കും അങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റിയില്ല. പക്ഷെ അതിന്റെ പാർട്ടിസിപ്പേഷൻ എസ്പെഷ്യലി ഇത് നമ്മൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ്. അതാണ് ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് ദിസ് ടൈം അല്ലെ. വി ആർ ഗോയിങ് ത്രൂ വെരി ടഫ് ടൈം. അത് ഓരോ ദിവസം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വർഷം മാറി വരുമ്പോ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പോലും നമ്മളിപ്പോ തമാശയായിട്ടും പറയും, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ കൊറോണയ്ക്കൊപ്പം നമ്മുടെ ഫംഗസ് ഇങ്ങനെ കളർ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണല്ലോ. ഒന്ന് ബ്ലാക്ക് വന്നു, പിന്നെ വൈറ്റ് വന്നു, ഇനിയിപ്പം 7 കളറും വന്ന് വേണേ കിൻഡർഗാർട്ടനിൽ നമുക്ക് പഠിപ്പിക്കാൻ 7 തരം ഫംഗസുകളും വരുമായിരിക്കും. അപ്പൊ ഫംഗസ് പോലും ഫംഗൈ പോലും വളരെ കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഏതായിരിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പോണെന്ന് പോലെ അറിയാത്തൊരു സമയം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ടഫ് ടൈം ആണെങ്കിൽ പോലും വീട്ടിലിരുന്ന് അവനവന്റെ കൺവീനിയൻസിനനുസരിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു സന്തോഷം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ ചിലര് ഈ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിൽക്കണുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർത്തത് എങ്ങനെയാണ് നേഴ്സസ് ഇതിനകത്ത് കയറി വന്നതെന്ന്. പക്ഷെ അത് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവര് സ്കൂളിൽ പോയി എന്നിട്ടാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു പാൻഡമിക്കിന്റെ ടൈമിലും നമ്മള് സ്കൂളിൽ പിള്ളേരും ഇല്ല, ഒന്നുമില്ല, അപ്പോഴും നിങ്ങളെ കൊണ്ട് കോട്ടൊക്കെ ഇടിക്കണ്ടോ, നിർബന്ധമായിട്ടും വേണമെന്നൊക്കെ പറയണ്ടോ. പക്ഷെ എനിവേ ആ ഒരു സ്പിരിറ്റ് കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ആ ഒരു KG ടീച്ചേഴ്സ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആ ഒരു എന്താ പറയാ ആ ഒരു റോളിലേക്ക് വല്ലാണ്ട് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം സംസാരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു ശ്രീത്തിന്റെ അടുത്ത്, ശ്രീത ഇത്തവണ വീണ്ടും അവര് എന്നെ ഇങ്ങനെ കേൾക്കണ്ട, നിങ്ങൾക്ക് ബോറടിക്കണല്ലേ എന്നെ കേട്ടിട്ട് അല്ലേ. അപ്പൊ ഞാൻ ശ്രീത്തിനോട് പറഞ്ഞ വേറെ ആരെങ്കിലും കൊടുക്കുക, വേറെ നന്നായിട്ട് KGയിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, ലെറ്റ് ദം ഷെയർ ദെയർ എക്സ്പീരിയൻസസ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ ശ്രീത്ത് പറഞ്ഞ ആദ്യത്തെ ഒരു പ്രോഗ്രാം ഈ ഗണപതിക്ക് വെക്കാന്ന് പറഞ്ഞ പോലെ സാറ് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നൗ ഐ എം ഹിയർ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതുപോലെ അല്ല, എനിക്ക് എന്റെ മുടിയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ശ്രീത്ത് എന്നെ കളിയാക്കുകയും ചെയ്തു. ഞാൻ ഒരു ടൈയൊക്കെ കെട്ടി വാട്ടർ ബോട്ടിലും തൂക്കി പോയ KGയിലെ സ്റ്റുഡന്റ് പോലെ ആയിട്ടുണ്ട്. അത് അവന്റെ അസൂയ കൊണ്ട് അവൻ പറഞ്ഞാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര ഹെയർ ഫോൾ, ഭയങ്കര ഇന്റൻസ് ഹെയർ ഫോൾ, പിടിച്ചാൽ കിട്ടണില്ല. നോ സാർ, വി ആർ വെരി ഹാപ്പി എന്റെ ഹെയർ സ്റ്റൈൽ കേട്ടോ. അപ്പോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? ജനുവരിയിൽ എനിക്ക് കോവിഡ് വന്നായിരുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയണതാണെന്ന് ഞാൻ വിചാരിക്കണു. ഭയങ്കര ഇന്റൻസ് ഹെയർ ഫോൾ. ഐ ട്രൈഡ് മെനി മെഡിസിൻസ്, മെനി ഓയിൽസ്, ബട്ട് നത്തിങ് കുഡ് ഹെൽപ്പ് മീ ഇൻ ദാറ്റ്. അപ്പോ അവസാനം ഞാനൊരു വഴി കണ്ടെത്തി, വെട്ടിക്കളഞ്ഞാൽ മതി, പിന്നെ പോവില്ല. നിങ്ങൾക്കും പ്രശ്നം ഉണ്ടെങ്കിൽ വെട്ടിക്കളയൂ മുടി മുഴുവൻ, പിന്നെ പോവില്ല. സോ ദാറ്റ് ഈസ് ഓൺലി സൊല്യൂഷൻ. എനിവേ, അപ്പൊ നമ്മള് എന്ത് സാഹചര്യം ആണെങ്കിലും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ. ദാറ്റ്സ് ഓൾ. എല്ലാവരും വീട്ടിലിരിക്കുന്നു and you are managing with your situations. I don't know how is it, പക്ഷേ all over Kerala situation കുറച്ചു ദിവസങ്ങളായിട്ട് മോശമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആവാതെ ഇരിക്കട്ടെ. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഇപ്പോഴും ഞാൻ പറയണം, ഫോർ ദ നെക്സ്റ്റ് 1 hour എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് 2 സംശയങ്ങൾ ഒരു ടീച്ചർ ചോദിച്ചത് പറയാം. എന്താ പറയാ, എത്ര ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് എന്ന് അറിയാം ടീച്ചർ നമ്മളോട് പറഞ്ഞത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിൽ ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലായത്. സോ ഓഫ് കോഴ്സ് യു ഹാവ് ടു ഷെയർ യുവർ. സോ 1 year completed. We were exclusively doing this online learning platform or using online learning platform, and you faced many difficulties in that. Sometimes you have improved a lot, and you may be now good in that, no? Le online aayittu padipikkan nalle excellent teachers aayittu mari, but still there are some problems. Still you may be facing some problems. Your kids are not there. ഞങ്ങൾ എല്ലാവരും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ബൈ ദിസ് ടൈം അവർ പറയാൻ തുടങ്ങി, നോ സർ, വി ക്യാൻ മാനേജ്, നോ ഇഷ്യൂസ് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇനി എങ്ങനെ ഓൺലൈൻ ലേണിംഗ് കുറച്ചും കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഹൗ ടു ടീച്ച് സ്റ്റോറി, ഹൗ ടു ടീച്ച് ഫൊണാറ്റിക്സ് എന്നൊക്കെ വീണ്ടും പറയുന്നതിനേക്കാൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ കേട്ടിട്ട് അതിന് ഒരു റിപ്ലൈ തരാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു ഡു ദാറ്റ്.
അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അയക്കുക. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്, നിർത്താണ്ട് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് ചില ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി ഇരിക്കുവാണോ അതോ നിങ്ങൾക്ക് അവിടെ ജീവൻ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒക്കെ ഒന്ന് മൂവ് ചെയ്ത് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അല്ലേ? Okay. So see, the most important thing now we teach our children is to show thumbs up and thumbs down for yes and no. Okay, for yes thumbs up, for no thumbs down. Adendaanu vechal otherwise if you ask some sir short vowel sounds and long, okay, short vowel and long vowel nammal chat box il nokittu parayave. Appo nammale suppose if we ask our children, nammale teachers ne oru tendency undallo, after teaching one sentence, after saying one sentence, we ask them, okay, do you get me, is it clear? ഇതെല്ലാത്തിനും അവർ അൺമ്യൂട്ട് ചെയ്യും. എന്ത് പറയുമ്പോഴും അവർ അൺമ്യൂട്ട് ചെയ്തിട്ട് പാട്ട് തുടങ്ങും, യെസ്. പിന്നെ അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ യെസ് കേൾപ്പിക്കണം. അത് ഞാൻ പറഞ്ഞത് ടീച്ചർ കേൾക്കണ വരെ ഞാൻ 10 പ്രാവശ്യം പറയുകയും ചെയ്യും. അപ്പൊ ക്ലാസ് മൊത്തത്തിൽ, നിങ്ങൾ ലൈവ് ക്ലാസ് ആണെങ്കിൽ ക്ലാസ് മൊത്തത്തിൽ ഒരു കയോസ് ആവും. പക്ഷെ ചില ടീച്ചേഴ്സ് എന്നോട് പറയാറുണ്ട്, നോ സർ ഞങ്ങൾ വളരെ ഭയങ്കര ഓക്കെയാണ് ക്ലാസ്, പിള്ളേരൊന്നും പറയാറില്ല. ഈ ഒന്നും പറയാറില്ലാത്ത ക്ലാസ് എങ്ങനെയാ രസമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. But anyway, അപ്പോ for yes you can teach your children to show thumbs up and for no thumbs down. അതല്ലാതെ പേഴ്സണലി ഒരു ആൻസർ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം, അവരെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. You should not talk too much to your children individually. ഒരു കുട്ടിയോട് മാത്രം ഒരുപാട് നേരം സംസാരിക്കരുത് ഓൺലൈനിൽ, അതൊരു ഭയങ്കര ബോറാണ്. അപ്പൊ മറ്റു പിള്ളേർ വളരെ ഡിസ്റ്റർബ്ഡ് ആവും. ഒരു കുട്ടിയോട് മാത്രം മോൻ ഒന്നോടെ പറഞ്ഞേ, അത് ശരിയായില്ലല്ലോ, വീണ്ടും once again you say that, എന്തൊക്കെ വിശേഷം, ഒന്നും പോവരുത്. ഓൺലൈൻ സിസ്റ്റത്തിൽ ഇറ്റ് ഷുഡ് ബി കോമൺ, ഒരു കോമൺ ടോക്ക് ആണ് നമുക്ക് വേണ്ടത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കൊടുക്കേണ്ട സമയത്ത് ഞാൻ പറയും സെലക്ട് ചെയ്യുക. ഒരു ദിവസം ഒരു 4 കുട്ടി എന്നുള്ള ഇതിലൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് യു ക്യാൻ ഗോ ഫോർ വാട്സ്ആപ്പ് കോൾ, വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഇന്ററാക്ഷൻ പോവാം. അതാണ് എന്റെ ഒരു സജഷൻ. ഓൺലൈനിൽ സപ്പോസ് ഇഫ് യു ടേക്ക് ക്ലാസ് ഇൻ സൂം ഓർ ഗൂഗിൾ മീറ്റ്, അതിനകത്ത് ഈ ആവശ്യമില്ലാത്ത പിള്ളേരോട് ഒരുപാട് ഇങ്ങനെ ചോദിച്ച് ആൻസർ പറഞ്ഞേ, മിസ് കേട്ടില്ലല്ലോ, once again say it എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. Last day I was having a class with some schools in Bangalore and they told me that we are giving 45 minutes class, 40 minutes class. അപ്പൊ ഞാൻ വിളിച്ചു, 40 minutes class ആ, ലൈവ് ക്ലാസ്. അപ്പൊ ആ ടീച്ചർ പറയാണ്, സാറേ സൂമിൽ അത്രയല്ലേ കിട്ടുള്ളൂ എന്ന്. അപ്പൊ സൂമിൽ 1 മണിക്കൂർ കിട്ടുമായിരുന്നെങ്കിൽ they could have conducted 1 hour class. So please limit your class to 20 minutes maximum in KG, or maybe 30 minutes. The 30 minutes, for 10 minutes you can go for calling the names or taking the attendance or what all things to give some instructions or something like that. But teaching should be for 20 minutes. And നമ്മൾ പിള്ളേര് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കണമല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Don't give some activities for them to move around the house while the class is going on. They don't expect them coming back. ഒരു ടീച്ചർ പറഞ്ഞ കാര്യമാണ്, ടീച്ചർ പറയുന്നത്, ഞാൻ ഒരു ആക്ടിവിറ്റി കൊടുത്തു അവർക്ക്. അതായത് ഒരു പർട്ടിക്കുലർ ലെറ്റർ പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വേർഡ്സ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് വീട്ടിൽ നിന്ന് തന്നെ വേർഡ്സ് കണ്ടുപിടിക്കണം. സച്ച് എ സൂപ്പർ ആക്ടിവിറ്റി, എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതിന്റെ വേർഡ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൊടുക്കാറില്ല. We teach them. We will show the textbook and say them, these are the words, these are the words, but we never give them a chance to find out the words that begin with that particular sound. അപ്പൊ അത് ആ ടീച്ചർ കൊടുത്തു, വളരെ നല്ലത്. പക്ഷെ പോയ പിള്ളേരൊന്നും പിന്നെ തിരിച്ചു വന്നില്ല. വീട്ടിൽ കൂടെ വാക്ക് വേർഡ്സ് കണ്ടുപിടിക്കാൻ പോയവരൊന്നും പിന്നെ തിരിച്ചു വന്നില്ല. They just enjoyed the time. അവരത് വിട്ടുപോയി. അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെ മാക്സിമം കൊടുക്കുന്നത് ഒഴിവാക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു ഓൺലൈൻ സിസ്റ്റത്തിൽ കണ്ട കാര്യങ്ങൾ പറയാണ്. And I would suggest you should daily have 20 minutes live class, maybe 1 subject or 2 subject. English and EVS this day, Maths and EVS this day, like that. അപ്പൊ ഇംഗ്ലീഷ് ആൻഡ് മാത്സ് നമുക്ക് കൂടുതൽ പീരിയഡ്സ് വേണം, maybe 3 or 4 periods. EVS വേണമെങ്കിൽ 2 periods ആയിട്ട് കുറയ്ക്കാം. പിന്നെ ഹിന്ദി മലയാളം again 2 periods ആക്കാം. കാരണം ഒരുപാട് അതിനകത്ത് റൈറ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യാതിരുന്നാൽ അത് കൊടുത്താൽ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോട്ടെ, ലൈവ് ക്ലാസിന്റെ ആവശ്യമില്ലല്ലോ. ആൻഡ് along with that you should send a short video also. So ഇന്ന് ഇംഗ്ലീഷും മാത്സും ആണ് പീരിയഡ്സ് പോകുന്നതെങ്കിൽ ഇന്നലെ തന്നെ അതിന്റെ വീഡിയോസ് പോകണം. So let them watch the video and come to your class. So they will be having some idea. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പഠിപ്പിക്കാനുള്ള സ്ട്രെയിൻ പോകും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, just revise it. അതായിരിക്കണം ക്ലാസിന്റെ ഒരു ഫോർമാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. Since again we are going to continue with online teaching for the next 1 year. So ഒരു 20 minutes class, prior to that you would have sent a video last day, previous day. അപ്പോ അത് രണ്ടും കൂടെ ആവുമ്പോൾ their learning will be systematic and they will be happy. പിന്നെ പാരന്റ്സിന്റെ സപ്പോർട്ട് ഒക്കെ നമുക്ക് ഒത്തിരി വേണം. And one more thing, make use of that online tools. There are so many tools and I am not a good person to teach you in that. ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മൾ ഈ
പിള്ളേരെ ചുമ്മാ എഡിറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതല്ല, ലൈവായിട്ട് പിള്ളേർക്ക് കണ്ടോണ്ടിരുന്ന് ചെയ്യാൻ, അവർക്ക് ആൻസേഴ്സ് ക്ലിക്ക് ചെയ്യാൻ, അവർക്ക് തന്നെ ചെയ്യാൻ പാകത്തിനുള്ള ടൂൾസ് ഉണ്ട്, KG-ലൊക്കെ കൊടുക്കാൻ പാകത്തിന്. Try to find out that tools, learn that and make use of that tools also in the class. അങ്ങനെയാകുമ്പോൾ ക്ലാസ് കുറച്ചും കൂടി രസമാവും. We need their attention, right? ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം ഡിസ്റ്റർബ്ഡ് ആവും. അതില്ലാതിരിക്കാൻ everyone should be engaged. I will tell you in three ways. One is അത് ഹയർ ക്ലാസ്സിനെയാണ്, പക്ഷെ അത് ലോവർ ക്ലാസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരണം. One is cognitively engaged. അവരുടെ ബുദ്ധിപരമായിട്ട് അവർ ചിന്തിക്കണം, അവര് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കണം, അവര് something related to their intelligence and brilliance. Second one is they should be involved or engaged physically. അവരുടെ ശരീരം കൂടെ ആ പഠിത്തത്തിലേക്ക് ഇൻവോൾവ് ആവണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും വരയ്ക്കാൻ കൊടുക്കാം, എഴുതാൻ കൊടുക്കാം, നമുക്ക് എന്തെങ്കിലും any kind of activities that could be conducted in the class, and they should be involved and engaged with their senses. Okay, അപ്പൊ സെൻസോറിയലി അവർ ഇൻവോൾവ് ആയിരിക്കണം, ഫിസിക്കലി അവർ എൻഗേജ്ഡ് ആയിരിക്കണം, ഇൻവോൾവ് ആയിരിക്കണം, ആൻഡ് കോഗ്നിറ്റീവ്ലിയും അവർ എൻഗേജ്ഡ് ആയിരിക്കണം. ഇമോഷണലി, സെൻസോറിയലി നമ്മൾ KG-ക്ക് പറയും, ഇമോഷണലി നമുക്ക് അതിനെ ജനറൽ ആയിട്ട് പറയാം. അപ്പൊ ഈ മൂന്ന് രീതിയിലും കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആകുന്ന രീതിയിൽ വേണം നമ്മുടെ ക്ലാസ് പോകാൻ. ഞാൻ ഈ അവരുടെ കൊച്ചു പിള്ളേരുടെ ഈവൻ പ്ലേ ക്ലാസിന്റെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റ് എന്തെങ്കിലും അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ I will say, now all of you please smile, I hope you are happy, smile all of you, smile. അപ്പൊ എല്ലാം ഇങ്ങനെ വലിച്ചു കാണിക്കുന്നത്. അപ്പൊ let them smile, and now it's the time for giving a clap. Let's everybody clap 5 times. 1 2 3. അപ്പൊ എല്ലാരും കൂടെ കൈയടിക്കുക. അതിന് എണ്ണമൊന്നുമില്ല, ചുമ്മാ പറയുന്നു പറഞ്ഞ കൈയടിക്കുക. That doesn't matter, let them do it. പിന്നെ അത് കഴിഞ്ഞാൽ now say wow. എല്ലാരും ഒരു wow. Okay, അപ്പൊ അതൊരു ഐസ് ബ്രേക്കിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ അവരുടെ അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ എന്ത് ചെയ്യണം? Are you happy? Yes. Now smile, then clap, then say wow. അത് കഴിഞ്ഞിട്ട് വീണ്ടും come to the topic. കുറച്ചൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആവും. ഞാൻ നല്ലതായിട്ട് കൊച്ചയൊക്കെ എടുക്കും ക്ലാസ്സിൽ, പക്ഷെ അവർക്ക് അതിനകത്ത് ഒരു പേടി, വിഷമം തോന്നൂല. ബട്ട് സഡൻലി they will go to silence. ഇങ്ങനെ പറയും. അപ്പൊ നമുക്കൊരു കൺട്രോളും കൂടെ വേണം, പക്ഷെ അത് വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ ആയിരിക്കണം. ചിലപ്പോ നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ വീട്ടിലൊക്കെ നമുക്കൊരു റോൾ ഉണ്ടല്ലോ, അല്ലെ? ഇപ്പൊ നവേഡേസ് ലോക്ക്ഡൌൺ ഒക്കെ ആകുമ്പോ ഹസ്ബൻഡ്, പിള്ളേര് എല്ലാരും വീട്ടിലുള്ളപ്പോ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ യഥാർത്ഥ സത്വം, അതല്ലേ വാക്ക്, അതെ, സത്വം അത് പുറത്തെടുക്കുമല്ലോ. അപ്പൊ ആ ഒരു ഭാവത്തിൽ പിള്ളേരെ പേടിപ്പിക്കരുത്. പിന്നെ എന്ത് സംഭവിക്കും? കൊച്ചിന്റെ മുഖം മാറും, അമ്മയുടെ മുഖം വരും ക്യാമറയുടെ മുമ്പിൽ. എന്നിട്ട് ചോദിക്കും, ആരാ നിങ്ങൾ? ഇങ്ങനെയാണോ ഞങ്ങളുടെ പിള്ളേരെ പേടിപ്പിക്കണേ? അപ്പൊ ആ ചോദ്യത്തിന് നിൽക്കരുത്. അല്ല, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതാന്നേ. ഈ അമ്മമാർക്കിടെയൊക്കെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ടീച്ചേഴ്സിന്റെ ബുദ്ധിമുട്ട് ഇവർ ആരും മനസ്സിലാക്കൂലല്ലോ. വി ആർ സ്ട്രഗ്ലിംഗ് ടു മാനേജ് ദ ക്ലാസ്, സ്ട്രഗ്ലിംഗ്. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പൊ അവര് പെട്ടെന്ന് വല്ലാതെ ഇമോഷണൽ ആയി പോകും. ഞാൻ ഈ ക്ലാസ് എടുത്ത സമയത്ത് മുഴുവൻ കണ്ടതാണ്. എല്ലാരും അച്ഛൻ കയ്യിൽ ചേർത്ത് പിടിച്ചോണ്ടിരിക്കണോ, അമ്മ കയ്യിൽ ചേർത്ത് പിടിച്ചോണ്ടിരിക്കണോ. ദാറ്റ് ഈസ് ഹൗ ദ ക്ലാസ് വാസ് ഗോയിങ് ഓൺ. അപ്പം നമുക്ക് പറയാം, പക്ഷെ വിത്ത് ലവ്. ഇവരെ പേരൻസ് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം നമുക്ക് വേണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഒത്തിരി ഡിസ്കസ് ചെയ്തു. ലാംഗ്വേജ് ഷുഡ് ബി ഓക്കെ, ഷുഡ് ബി പെർഫെക്റ്റ്, അല്ലെ? വളരെ ഇമോഷണൽ ആയിരിക്കണം. ഇമോഷൻ ഇൻ ദ സെൻസ് വല്ലാതെ ലവിങ് ആയിരിക്കണം. നമ്മൾ അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവണം. ആ രീതിയിൽ തന്നെ സംസാരിക്കണം. എത്ര ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ രസമായിരുന്നു. ഹൗ യു ടോക്ക് ടു യുവർ ചിൽഡ്രൻ. ഓക്കെ, ഡു യു ലവ് മീ? So come on, give me a kiss. Will you wait for me next day? Teacher will be coming to you with lot of surprises. How many of you will wait for me? Just tell me. Miss you so much. എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ചാം ക്ലാസ് അല്ല 3rd സ്റ്റാൻഡേർഡ് ഒരു ടീച്ചർ പഠിപ്പിച്ചപ്പോ ലാസ്റ്റ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. പക്ഷെ കുട്ടികൾ ഇങ്ങോട്ട് പറയുന്നു ലവ് യു സോ മച്ച് മിസ് എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ അങ്ങോട്ട് കൊടുക്കാതെ അവരത് ഇങ്ങോട്ട് പറയുമ്പോ ദാറ്റ്സ് ഗുഡ്. അപ്പൊ നമ്മളെ വളരെ അവരുമായിട്ട് എന്താണ് ഹാർട്ട് ടു ഹാർട്ട് അറ്റാച്ച്ഡ് ആവണം. നമ്മുടെ ക്ലാസ് അങ്ങനെ ആയിരിക്കണം. മിസ്സിന്റെ മുഖമൊക്കെ പൊത്തിപ്പിടിച്ചിരുന്നിട്ട് നോ ഐ ഡോണ്ട് സീ എനിവൺ, ഐ ആം നോട്ട് ഹിയർ, നൗ ഐ ആം ഹിയർ, ജസ്റ്റ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ഇൻ ദ ക്യാമറ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് അപ്പോഴേ അവർ നോക്കിയിരിക്കുള്ളൂ. ഓക്കെ, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, സാർ ഞാനിപ്പോ എങ്ങാനും അവരുടെ അടുത്ത് അവരോട് ചോദിക്കുകയാണ്, ഓക്കെ എന്തെങ്കിലും ഒരു നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ കൺക്ലൂഷൻ പറയില്ലേ, ഇപ്പൊ എന്തെങ്കിലും പഠിപ്പിച്ചു ഓക്കെ ആർ യു ഓക്കെ, ഡു യു ഗെറ്റ് മീ എന്ന് പറഞ്ഞാൽ യെസ് മിസ് എന്ന് പറഞ്ഞ് വേഗം ക്ലോസ് ചെയ്ത് എഴുന്നേറ്റ് പോവാന്ന് പിള്ളേർ. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, അത് കേട്ട ഉടനെ അവർ പൊക്കോളുന്നു. അതായത് അത്രയും കുട്ടികൾ മടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്.
അല്ലെ? അവർക്ക് എങ്ങനെയും ക്ലാസ് ഒന്ന് തീർത്താൽ മതി. സോ വൈ ദിസ് ഇസ് ഹാപ്പനിങ്? വൈ ദിസ് ഇസ് ഹാപ്പനിങ്? അതെന്താ? നമ്മുടെ എപ്പോഴും കുഞ്ഞുങ്ങള് they watch a video or something, maybe a program or their അവരുടെ comic videos, cartoon animated videos for a long time, maybe for half an hour or 1 hour. Why? Because that make them entertained, that make them happy. So kids always watch things that make them happy. അപ്പൊ നമ്മുടെ ക്ലാസ് അവർക്ക് സന്തോഷം കൊടുക്കുന്നില്ലെങ്കിൽ അവരിരിക്കില്ല. അവർക്ക് ഇരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ലോ, എനിക്ക് പഠിക്കണം, എനിക്ക് ഡോക്ടർ ആവണം, ഇതൊന്നും അവർക്ക് ചിന്തയില്ലല്ലോ. They just command to watch the teacher doing, oh, why is she my teacher? Yeah, she is beautiful, let me watch for some time. That's it. കുറച്ച് കഴിഞ്ഞാൽ അവർക്കും അടുക്കുമ്പോൾ അവരിറങ്ങിപ്പോ. 20 മിനിറ്റ് കൂടുതൽ അവർ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല how long you give classes in your school. But anyway, അപ്പൊ അതുകൊണ്ട് please make your classes interesting, entertaining, കുറച്ചും കൂടെ പ്ലസന്റ് ആയിട്ട്, കുറച്ചും കൂടെ കോമഡി ഒക്കെ പറഞ്ഞ് നല്ലതായിട്ട് അവരുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി. I won't say that you have to talk only in English, but for English teachers, you can speak in English throughout the class. Make sure they understand. ഈ നമ്മൾ കുറെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ കോട്ടുവായൊക്കെ വിടും, തലയൊക്കെ ചൊറിയും പിള്ളേർ. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി, കാരണം അവർക്കൊന്നും മനസ്സിലാവാനില്ല. അപ്പം അങ്ങനെയുള്ള ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് എന്താണ് ഗുണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം. NEP പോലും പറയുന്നത് 2ാം ക്ലാസ് വരെ യൂസ് 5ാം ക്ലാസ് വരെ യൂസ് മദർ ടങ്. നിങ്ങൾ മലയാളം ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കൂ, അല്ലെങ്കിൽ തമിഴ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കൂ. കാരണം അതിലൂടെയാണ് അവർക്ക് കാര്യങ്ങളോട് കുറച്ചൊരു അടുപ്പം ഉണ്ടാവുക, എന്താണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ ത്രൂ ഔട്ട് ലാംഗ്വേജ് അങ്ങനെ റീജിയണൽ ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നല്ല. യു ക്യാൻ യൂസ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, ബട്ട് മേക്ക് ഷുവർ ദേ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, മേക്ക് ഷുവർ ദേ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇത്രയും ഞാനൊരു ആസ് ആൻ ഇൻട്രോ പറഞ്ഞാണ്. സി, ചിൽഡ്രൻ ആർ ബ്രില്യന്റ്. ഡു യു ഗിവ് ദം ചാൻസ് ടു തിങ്ക്? നമ്മൾ എപ്പോഴെങ്കിലും പിള്ളേർക്ക് ഒന്ന് ആലോചിക്കാൻ ഒരു സമയം കൊടുക്കാറുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലായിരിക്കും. അത് ജസ്റ്റ് ഐ തിങ്ക് ഐ സോ ഇറ്റ് റീസെന്റ്ലി. ഒരു കൊച്ച് ഇങ്ങനെ വീപ്പ് ചെയ്യാണ്, സങ്കടപ്പെടുകയാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയും കൊച്ചിനോട്, you are my angel. Did I say that about this video? I don't remember. Okay, no, you are my princess. You are my princess. So she says, no, I'm not your princess. Odane achan parayunu, no, I can make you my princess. She says, no, you cannot make me princess. Appa father choikum, why are you telling like this? So she says, no, I'm not a princess, because princess wear big golden bracelets. I don't have any bracelets, so I am not a princess. Okay, and princess wear a crown. I don't have any crown. And princess take bath every day. They are always neat and clean and beautiful. I don't take bath. I don't take bath regularly. Appo endoru observation aanu nokki pillarku. Appo adu kayinittu achan onnode parayum, no, I can make you my princess. So she says, no, you can't. Why? Because you are not a king. Kanda എത്ര ലോജിക്കലി അത് മനസ്സിലാക്കി വെച്ച കുഞ്ഞ് 3 വയസ്സേ ഉള്ളൂ, 4 വയസ്സുള്ള ഭയങ്കര ക്യൂട്ടാണ് സംസാരിക്കണ കേൾക്കാൻ. So students, they have that logical thinking. Sometimes if you say that, they see, is a sound of the letter A. So any child if asked, so Miss Aeroplane എന്ന് ചോദിച്ചാൽ the child can think. Isn't it? അതാണ് നമുക്ക് വേണ്ടത്. Your child should think about that. Think about everything. You give them chances to think. പക്ഷെ അത് ലൈവ് ക്ലാസ്സിൽ ഇങ്ങനെ ചോദിച്ചുത്തരം പറയിപ്പിക്കുകയല്ല. We should find out activities so that they can think and find out some answers. Okay, അതും കൂടെ വേണം നമ്മുടെ ക്ലാസ്സുകളിൽ, അതും കൂടെ വേണം. നമ്മൾ ഇങ്ങനെ ഒരു പിള്ളേർ ആരും അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല. പിള്ളേര് മ്യൂട്ട് ചെയ്ത് വെക്കണം. ടീച്ചർ 20 മിനിറ്റ്സ് സംസാരിക്കണം, കുഞ്ഞുങ്ങൾ കേട്ടിട്ട് എഴുന്നേറ്റ് പോകണം. വാട്ട് എ ക്ലാസ് ഇറ്റ് ഈസ്. You should give them chance to talk also. പക്ഷെ അത് എങ്ങനെ വേണമെന്ന് you have to plan. നിങ്ങളുടെ സിസ്റ്റം maybe sometimes there may be 20 students in your class, sometimes there may be 40 students in your class. So how do you manage that? You have to plan. നിങ്ങളുടെ സ്കൂളിൽ 40 പിള്ളേരുണ്ടെങ്കിൽ 20 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടീച്ചേഴ്സിന് മാറി ഒക്കെ ഹാൻഡിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും. ഈ കഴിഞ്ഞ വർഷം LKG-യിൽ 4ാം ക്ലാസ്സിൽ ഇരുത്താതെ 5ാം ക്ലാസ്സിലേക്ക് വന്ന UKG-ലേക്ക് വന്ന ഞാൻ എന്താ പറഞ്ഞ LKG-യിൽ ഇരുത്താതെ UKG-ലേക്ക് വന്ന കുഞ്ഞുങ്ങളുണ്ട്. So they don't have any foundation. They haven't learned English alphabets, Malayalam letters or what, or in that sense regular ആയിട്ട് LKG-യിൽ ഇരുന്നവരെ പോലെ പഠിച്ചിട്ടില്ല. അച്ഛനമ്മയൊക്കെ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. So how we are going to manage these children when they come to UKG? They may be 5 years old. So parents അവരെ UKG-ലേക്ക് അഡ്മിറ്റ് ചെയ്ത് കാണും. അപ്പൊ എങ്ങനെയാ നമ്മൾ അവരെ മാനേജ് ചെയ്യാൻ പോണത്?
നമുക്ക് എങ്ങനെ അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. സോ ദീസ് ആർ ഇഷ്യൂസ്. ഈ LKG വിടണം എന്ന് ഇപ്പൊ പേരൻസിന് താല്പര്യമില്ല, പിള്ളേർ ഇരുന്ന് പഠിക്കൂല. നമ്മൾ കഴിഞ്ഞ വർഷം ഓൺലൈൻ അസസ്മെന്റ് നടത്തിയപ്പോ, ഓറൽ അസസ്മെന്റ് നടത്തിയപ്പോ കണ്ടതാണ്, LKG പിള്ളേരെ വിളിക്കും, അവർക്ക് ടീച്ചേഴ്സിനെ കണ്ട് പരിചയമില്ലല്ലോ അധികം, ഈ വീഡിയോ കാണുന്നതല്ലേ ഉള്ളൂ. സോ ദേ ഡോണ്ട് ഫീൽ എനി കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ്. സോ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മ പുറകെ പോതേടാ മിസ് വിളിക്കുന്നു, ആ ചോദ്യം ചോദിക്കണം, ഉത്തരം പറയേ, കൊച്ചു പെരക്കി വെച്ചും കിടന്നോളൂ, വേണ്ട ഞാൻ വരൂല എന്ന് പറഞ്ഞു. അപ്പോ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അത് മിക്ക അതുങ്ങളും ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല, നേക്കഡ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പുറകെ നടന്ന ടെസ്റ്റ് നടത്തേണ്ട, അസസ്മെന്റ് നടത്തേണ്ട ഗതികേടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടീച്ചർമാർക്ക്. ഒന്ന് ആലോചിച്ചു, ഇത് തന്നെയാണ് ഇനിയും നടക്കാൻ പോണേ. അല്ലാണ്ട് യു ഡോണ്ട് എക്സ്പെക്ട് ദം ടു റൈറ്റ് ടെസ്റ്റ് പേപ്പർ ആൻഡ് ഗെറ്റ് മാർക്സ്. അത് അവരങ്ങനെ എഴുതുവാണെങ്കിൽ അവർ അച്ഛനും അമ്മയും ഹെൽപ്പ് ചെയ്തിട്ടാണ് എഴുതണേ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഇവര് തന്നെത്താനെയാണ് എഴുതണേ എന്നുള്ളത്. So it's better to have oral assessment. In this year also more oral assessment. So you can make them, you can assess whether they have the identification skill. They identify the letter sounds. They identify letter in words. They can read, whether they can read short 2-letter words or 3-letter words. They can count, whether they can add or subtract. Such things could be conducted orally. Or 5 question മതി ഒരു കുട്ടിയോട് ചോദിക്കാൻ, ടക്ക് ചോദിക്കുക, ആൻസർ നോക്കുക, മാർക്ക് ഇടുക. So that will be little bit more sincere ആയിരിക്കും, കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് വേ ഓഫ് അസസ്മെന്റ് ആയിരിക്കും. ബാക്കി എല്ലാ പേരൻസ് അവരെ കൊണ്ട് എഴുതിക്കുന്നതാവാനാണ് ചാൻസ്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ LKG ഇരിക്കാത്തവർ UKG അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്തവണയും LKG അഡ്മിഷൻസ് എടുക്കുന്നത് കുറവാണ്. അപ്പോ ഈ UKG വന്ന കുഞ്ഞുങ്ങളെ how we are going to manage? ഞാൻ പറയുന്നു, ഇറ്റ്സ് മൈ സജഷൻ. അധികം ടീച്ചേഴ്സ് ചോദിച്ചുകൊണ്ടാണ് പറയണേ. ഇറ്റ്സ് മൈ സജഷൻ. You can prepare a curriculum or a scheme of work including the portions of LKG in UKG. But don't think that LKG UKG പഠിപ്പിക്കണം. Don't think like that. In UKG for the first month, 1 month or 2 months, you can teach the portions of LKG. Along with that, you just carry on with the UKG, LKG portions also. In UKG, in password textbook for the first term from page number 6 to 21, no, 20, 22, we are having revisions. Okay, from 9 to 22, we are having revisions. Okay, only revision of alphabet. So vowels, consonants, and all the letters, capital letters, small letter. ഈ റിവിഷൻ ടൈമിൽ ഓരോ പേജ് നമ്മൾ ചെയ്യുമ്പോൾ യു ക്യാൻ ആഡ് LKG പോർഷൻസ് ഓൾസോ. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം UKG ഈ പേജുകൾ ചെയ്യാൻ. സോ ഫസ്റ്റ് പേജ് ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് റിവൈസിംഗ് ഫ്രം ലെറ്റർ A to ലെറ്റർ F. ഈ A തൊട്ട് F വരെയുള്ള ലെറ്റേഴ്സിന്റെ ഫസ്റ്റ് പേജ് UKG ചെയ്യുന്നതിന് മുൻപ് A തൊട്ട് F വരെയുള്ള ലെറ്റേഴ്സ് you can teach them, show the letters, tell which is a capital, which is a small letter, introduce the sounds from A to F, give as many words as possible for them to identify and understand the sounds of the letters, and after completing that, make them to write it. But before that, rewriting activities are compulsory. Then you just take 1 page of that UKG textbook, that is 9th page, അതിന്റെ റിവിഷൻ ചെയ്യുക. അപ്പൊ പേരൻസിന് നമ്മൾ UKG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, LKG പോർഷൻസ് കൊടുക്കുന്നുണ്ട്. സോ സ്കീം ഓഫ് വർക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഈ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഇൻക്ലൂഡ് പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് എ ലോട്ട്. അത് ഞാൻ ഇന്ന് അതും കൂടെ ഒന്ന് പറയണം. ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് അതും കൂടെ ഉൾപ്പെടുത്തി വേണം. ഫൈൻ മോട്ടോർ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഉൾപ്പെടുത്തി വേണം നമ്മുടെ ലെസൺ പ്ലാൻ പോകാൻ. സോ ഇറ്റ്സ് കമ്പൽസറി. അപ്പോ നമ്മൾ ഈ UKG മാത്സ് എടുത്താൽ അതിന്റെ ആദ്യം പ്രീമാത്ത് കൺസെപ്റ്റ്സ് ആണ്, ബിഗ് സ്മോൾ ഒക്കെ. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് കാണിച്ച് റിവൈസ് ചെയ്യാം, നോ പ്രോബ്ലം. അത് റിവൈസ് ചെയ്യുന്നതിന്റെ ഒപ്പം കൗണ്ടിങ് റിവിഷൻ പോണം. LKG ആദ്യത്തെ ദിവസം ഒരു 1 to 10 ഒരു 2-3 ഡേയ്സിലേക്ക് 1 to 10 ഓരോ നമ്പറും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാതെ അവർക്ക് അറിയാലോ. ആ 1 to 10 ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിന്റെ ലെറ്റർ നമ്പർ നെയിംസ് വായിപ്പിക്കുക, അതിന്റെ ബിഗർ നമ്പർ സ്മോളർ നമ്പർ പറഞ്ഞു പോവുക, അത് കഴിഞ്ഞ് 10 to 20 കൊടുക്കുക. അപ്പം പാരലൽ ആയിട്ട് UKG പ്രീമാത്ത് കൺസെപ്റ്റ്. അപ്പൊ പിന്നെ അവർക്ക് കൺഫ്യൂഷൻ ഇല്ല. നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ബിഗും സ്മോളും പഠിപ്പിക്കുന്നു, നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ലോങ്ങും ഷോർട്ടും പഠിപ്പിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു എന്താണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പോയാൽ അവിടെ LKG ഒരു റിവിഷൻ കൂടി ഇതിന് നടക്കും. ഇപ്പൊ LKG പഠിച്ചിട്ട് UKG വന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് റിവിഷൻ കൊടുത്താൽ they would be happy. Then you can start the UKG textbook. പക്ഷെ മറ്റവർ അങ്ങനെയല്ല.
they don't have any exposure to the portions of LKG. So അത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് parents ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ അവർക്ക് അത് തോന്നണം. ഇതിന്റെ കൂടെ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ വേറെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യിക്കണ്ട. Give them scribbling, a lot of scribbling activities in the newspaper, scribbling activities in the plain paper. അതല്ലാതെ സ്റ്റാർട്ടിംഗ് തൊട്ടേ അവരെ 4-line ബുക്കിലേക്ക് എഴുതിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. That won't help. അപ്പോ അതുകൊണ്ട് സ്ക്രിബ്ലിംഗ് നന്നായി ചെയ്യുക. സ്ക്രിബിൾ ചെയ്യുന്നത് സ്ലാൻഡിംഗ് സ്ലീപ്പിംഗ് ലൈൻസ് ആയിരിക്കണം, അതുപോലെ തന്നെ കർവ്സ് ആയിരിക്കണം. അപ്പോ അതിന് ഒരു മടിയും കൂടാതെ സ്ക്രിബ്ലിംഗ് ചെയ്യിക്കണം. പേരൻസിനെ കൺവിൻസ് ചെയ്യിക്കണം. എന്താണ് സ്ക്രിബ്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട്ബുക്ക് ഇപ്പൊ എടുക്കരുത്. എടുക്കുവാണെങ്കിൽ റഫ് ബുക്കിൽ സ്ക്രിബിൾ ചെയ്യണം. യു ക്യാൻ യൂസ് എ പ്ലെയിൻ ബുക്ക് ആസ് എ റഫ് ബുക്ക്, നോ പ്രോബ്ലം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് മക്കൾക്ക് നമ്പേഴ്സ് ആയാലും ലെറ്റേഴ്സ് ആയാലും അത് എന്താണ് അതിന്റെ റൂട്ട്, അതിന്റെ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് പഠിക്കുന്നതാണ് പ്രധാനം. 4 ലൈൻസിന്റെ ഉള്ളിൽ അതിനെ കൺഫൈൻ ചെയ്ത് എഴുതി പഠിക്കുന്നതല്ല പ്രധാനം. അപ്പോ അതുകൊണ്ട് പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഞാനൊരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടെ ചെയ്തോട്ടെ, വേറെ ഒന്നുമല്ല. ഇറ്റ്സ് ടു ഹെവി, റെയിനിങ് ഹെവിലി ഹിയർ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കാര്യം. ശ്രീജിത്ത് ഈസ് ദേർ? ശ്രീജിത്ത്? Yes, sir. എനിക്ക് ആ ജസ്റ്റ് മീറ്റിംഗ് ഐ ഡി ഒന്ന് പറയോ? എക്സ്ക്യൂസ് മീ ടീച്ചേഴ്സ് ഫോർ 1 minute. മീറ്റിംഗ് ഐ ഡി ഒന്ന് പറയോ? ശ്രീജിത്തെ പോയോ? Sir, 931. ഇല്ലെങ്കിലേ ഐ എം വറീഡ്. 931 4290 420 4290 1252. Sir, passcode is password. Okay, so പോർഷൻസ് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സ്കീം ഓഫ് വർക്ക് പ്ലാൻ ചെയ്യണം. ഈ EVSന്റെ കേസിൽ there is nothing to worry about that, because അത് അവർ ഈ വർഷവും പഠിക്കുന്നതിന്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ഓട്ടോമാറ്റിക്കലി കയറി വന്നോളും, whether it is fruits or vegetables or something like that. So you need not worry about that. But Maths, English and Malayalam, it should be like that. And don't focus too much on writing. It will take a lot of time. കുഞ്ഞുങ്ങളുടെ റൈറ്റിംഗിലേക്ക് വരാൻ വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് കൊടുക്കുക. റൈറ്റിംഗിലേക്ക് വരുത്താനായിട്ട് യൂസ് മാക്സിമം ട്രെയിനിങ് ഇൻ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ്, സ്ട്രോക്സ് ഓർ കർവ്സ് ഓർ വാട്ട് എവർ. അത് നന്നായി സ്ക്രിബിൾ ചെയ്യണം. അതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാൻ കാരണം, അതർവൈസ് നമ്മുടെ കയ്യിൽ നിൽക്കാതെ ഈ സംഭവം പരാജയപ്പെട്ടു പോകും. പിന്നെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന ഒരു സിസ്റ്റം ആണ് നിങ്ങളുടേതെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബട്ട് അതർവൈസ് നമ്മൾ എന്താണ് ഈ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യണം. റൈറ്റിംഗിൽ ഒരുപാട് ടൈം കൊടുക്കരുത്. ജസ്റ്റ് ക്ലാസ്സിൽ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർ റൈറ്റ് ചെയ്യുന്നു, അതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ യു മേ ബി ഗെറ്റിംഗ് ടൈം. സോ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു യുവർ സിസ്റ്റം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ഇതിന്റെയൊക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ചാറ്റ് ബോക്സിൽ കുറെ വന്നിട്ടുണ്ട്. വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് തിങ്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പ്രിക്വേഷൻസ്, അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ എടുക്കുക. രണ്ടാമത്തെ കാര്യം, LKG ഇരിക്കാതെ UKG വന്ന കുഞ്ഞുങ്ങളുടെ പോർഷൻസിനെ അതിനെ ഒരു പ്രത്യേകം പാക്കേജ് ആക്കി നിർത്തി
Dear teachers, please wait 1 minute. സാറിന്റെ കണക്ഷൻ എന്താ എററായെന്ന് തോന്നുന്നു. We'll rectify it soon. Dear teachers, by that time നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. I think minutes are reached. Hello, can you hear me? Yes sir, please. ഞാൻ എത്ര നേരമായിട്ട് എന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീത്തെ. സാറേ ഗാലക്സി ടാബ് എന്ന് കണ്ടതുകൊണ്ട് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്തത്. ഞാനപ്പോ എന്റെ സുന്ദരമായ മുഖം കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, സോ ടീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ പോയിന്റ്സ് അത് ആൻഡ് ഐ റെഡ് വൺ മെസ്സേജ് ടെല്ലിംഗ് ദാറ്റ് വൺ മിസ് asking for explanation in English, so definitely I will go for that because I was not aware that teachers are there from Karnataka. Sorry. Anyway, let me continue with that. So that is the case. And the next thing I have to tell you, that is regarding including fine motor skill activities. Okay, it's simple. We have discussed a lot, but the thing is, many of the teachers, many of us don't understand the importance of including this fine motor skill activities. So we don't have children in front of us in our class. So what are these pre-writing activities? If they are coming to the class, of course, we would have been giving them a lot of activities because we have a system. Even though you make them write in the 4-line book or the rough book for a long time, that means if you give too much time, too much importance to writing, that itself is a fine motor skill activity. So fine motor skill activities, to be simple, that includes coordination, muscle strength, and fine motor movement, just like movement of the tongue, movement of the finger muscles, like that. So our children should be good in that. From 4 to 5 years, we are expecting them to cut online in the sense they have to cut the lines, they have to copy into mark or addition mark. All these images, all these shapes should be copied. They should copy square, they should write their own name, they should write numbers from 1 to 9 or 1 to 10. They should copy letters. I do remember in the previous classes, I have told teachers to give them a proper training in writing. Copying is also one good method. You can write some words on the on the board or in the on the screen and ask them to copy that. If they are able to copy that words and sentences properly, that shows a good development. You can give them continuous practice on copying sentences, copying words. Okay, then dresses and dresses. Okay, dresses and dresses, they should do the buttoning properly, they should put the shoes properly, they should know how to dress themselves without the help of anybody. Okay, they should keep their books inside the bag, they should close their tiffin box properly. I can see that ayahs go to them normally, ayahs go to them and help them to open and close the tiffin box. Sometimes maybe to open the tiffin box, they may be finding difficulty because parents might have closed it so tight, but otherwise, so all these developments should be there. Okay, along with the gross motor skill development like throwing, kicking, catching balls, etc. So running, jumping,
hopping, okay, and sitting and sitting stand up. They should be able to sit on crouch and they have to jump from there. So such activities, okay. Once if you throw something, they have to catch it. They have to throw balls. So all these activities should find a place in your scheme of work. Okay, when you teach English or when you teach EVS, when you teach mathematics, everything in that, please add some kind of fine motor activities and gross motor activities. So if these milestones are not achieved within this age, they may be having difficulty in holding a pencil and using a pencil. They may be having some trouble with writing their name and the letters of the alphabet, and they may be depending on the caregivers, or they may be depending on the teachers and the parents too much, and there may be their loss of self-esteem and confidence. So that may develop frustration. Their children may disturb others, hurt others, because once if you find a child is doing things properly and I cannot do that thing clearly, teacher is appreciating the other one and they are giving too much importance to me. So if anybody is there giving, any child is there who needs more attention and care, then of course we also may feel fed up. So every day, why you are doing this? You are all messed up. It's not neat. Your notebooks are not neat. It's dirty. Okay, so you don't know how to organize things. You don't know how to manage things. You don't know how to keep things neat. So I am fed up. Usually, I am fed up. I am fed up. So this may cause a kind of frustration among the children. And if it is from 5 to 6 years, that means that is in UKG, they have to cut out simple shapes. Okay, they should cut out simple shapes from a paper. So that is why I'm telling you, when you teach some lessons related to shapes on letters or alphabet, something like that, you please give such a type of kind of activity so that they can cut some shapes and paste it in some paper or a book. Then they should copy triangle or four-sided figures or three-sided figures and make the human being, shape of a human being, use a circle, keeping some triangles as ears, something like that. Then colors and collage work. They should color within the lines, within the boundary. They should do collage work within the line and within the boundary. Okay, and they should hold the pencil neatly with the 3 fingers. Okay, not holding it like this with the 3 fingers. And they have to draw pictures. They have to trace shapes. They should draw pictures, and all these fine motor skill activities you should give them. And you should check whether they are developing in these areas. If it is not there, of course, I told, just like many of the children would be having the troubles, like they don't know how to write things. They don't know, they would be finding a difficulty in learning mathematics, that is numbers. Then poor handwriting, very bad handwriting, no shapes at all. Some of the letters very big, some of the letters too small. That is, they don't have that control of their finger muscles. They may not be having hand-eye coordination. And after writing, after using the pencil sometime, there may be a fatigue. I think I have that problem. I cannot write more than 1 page neatly. Then I will be developing a pain on my hand. I know this is something related to my childhood days. I'm sure about that. So such a problem would be there for your children. They may be feeling a kind of fatigue feeling will be there. And as I told, that mental, psychological issues will be there. So that is how they become notorious in that class, because I'm not good in this thing. Okay, I'm not good in writing. I'm not good in managing things, my personal things. Okay, a teacher always calls me for this, or teacher always advises for me this. That is also a problem. Who is so happy with advices
Is it okay? Yes, sir. Yes, sir. Don't know what the situation is too bad. Anyway, please cooperate, my dear teachers. Please cooperate. Okay, now let me conclude with this. We will go to the questions. Okay, there are so many questions in the chat box. One thing, one teacher asked me, that is about Malayalam. That's when we introduce, so Malayalam, I don't know Malayalam teachers know to Parayana. When we introduce the letter na, you will be teaching na, isn't it? But in some examples, it will be na. I think in the textbook it is there. So suppose if you are giving a word narayam, it is na, it is not na. But if you, when you say pana, it is pana, isn't it na? So there is a difference between these two. The teacher asked me, how should we say about na and na? We are having only single letter. So I will tell you, you can introduce both the sounds. അപ്പൊ മലയാളമാണ് അതിനകത്ത് നിങ്ങൾക്കൊരു നമ്മൾ ലെറ്റർ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിക്കുമ്പോൾ നാ എന്നാണ് പഠിപ്പിക്കുന്നതെങ്കിലും ചില വാക്കുകളിൽ അത് നാ ആയിട്ടാണ് ഉച്ചരിക്കുന്നതെന്ന് അവരോട് പറയാം. അതിൽ തെറ്റൊന്നുമില്ല. അത്തരം വാക്കുകൾ പക്ഷെ കുറച്ച് കൂടുതൽ അവർക്ക് കൊടുക്കണം എന്ന് മാത്രം. ദാറ്റ് ഈസ് നാ വെച്ചിട്ടുള്ള വാക്കുകൾ കുറച്ച് കൂടുതൽ അവർക്ക് കൊടുക്കുക. അപ്പൊ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യിക്കുക. സോ ദേ വിൽ ബി ഷുവർലി ദേ വിൽ ബി നോയിങ്. ആൻഡ് ഒരു പരിചയമുള്ള കാര്യങ്ങൾ, ഇപ്പൊ പന എന്നുള്ള വാക്ക് പറഞ്ഞു പഠിച്ച കൊച്ചൊരിക്കലും അത് പന എന്ന് പറയില്ല, അത് പന തന്നെ. ബിക്കോസ് അവർ യൂസ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കോമൺ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നായും നായും അതിന്റെ ഡിഫറൻസ് ഒന്ന് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ദാറ്റ് ഈസ് മൈ സജഷൻ. Yeah, they will be able to get it. See, you teach them short sound and long sound of the vowels in KG. Then why you are worried about the two sounds of na and na? Okay. When we say naya, it is na. You don't say naya, isn't it? So we know that അത് നമ്മൾ കുറേ ശബ്ദങ്ങളും വാക്കുകളും യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുക. അത് അവരങ്ങനെ കേട്ട് പരിചയിച്ചിട്ടുള്ളതാണ്. അതേ ഒരു നായ എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, നമ്മൾ പറയുന്നതും. And they hear from their surroundings, from others. So of course they would learn it. അല്ലെങ്കിൽ നമ്മൾ ആ രണ്ടാമത്തെ ശബ്ദം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. And I don't think that will be fine because there are so many words like that. അല്ലേ? അപ്പോ നന്മ, നന്മയുള്ളവർ, യു കനോട്ട് സേ na there. അപ്പൊ അത്തരം വാക്കുകൾ നിങ്ങൾ കൊടുക്കൂ. ആൻഡ് യു നീഡ് നോട്ട് മേക്ക് ദം കൺഫ്യൂസ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്രയോ ഡിഫറെന്റ് സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് സൗണ്ട്. ദെൻ ദ സെയിം തിങ് ഷി ആസ്ക്ഡ് മീ അബൌട്ട് അംബരം, അംബരം, അംബുജം. Then one more, ambalam. For example, teacher പറഞ്ഞ വേർഡ് ഞാൻ മറന്നുപോയി. It's in the textbook. അപ്പൊ അംബുജം, അംബരം, but ambalam. When it comes, sound is there, but the letter has changed, isn't it? അപ്പൊ സെക്കൻഡ് ലെറ്റർ മാറി, അവിടെ എന്ന ആ ശബ്ദമല്ല വരണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അതില് ആ വട്ടപൂജ്യം ചേർത്ത് വരാത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. When you introduce the letter okay, എന്ന ശബ്ദം ചേർത്ത് വരുമ്പോൾ കാണാൻ പാകത്തിലുള്ള വാക്കുകൾ മാത്രം പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഈ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ അല്ല. അവരുടെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ വളരെ റെയർ ആയിട്ട് വരുന്നതാണ്. ഇത് എന്റെ സജഷൻ ആണ്. യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഓക്കെ, യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് പക്ഷെ ഇത് രണ്ടും നമ്മൾക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് ശ്രീജിത്ത്, എനിക്ക് അതിന്റെ ചാറ്റ് ബോക്സ് ഇപ്പൊ ഞാനിപ്പം ടാബിൽ നിന്നായതുകൊണ്ട് ആ ചാറ്റ് ബോക്സ് എനിക്ക് കിട്ടുന്നില്ല. കിട്ടി. Are there any changes in LKG notebook from the last year? No change. No change. Okay, so don't worry about that. There is no change. And the rest of the no change. Then no more questions I can see here. At previous questions ഒന്നും ഇതിൽ വന്നിട്ടില്ല. ലേറ്റ് ആയിട്ടുള്ള ജോയിൻ ചെയ്യാം സർ. സോ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞാൽ മതി. ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു ചെറിയ ഡിഫിക്കൽട്ടി, ടീച്ചേഴ്സ് കോപ്പറേറ്റ് കേട്ടോ. We cannot predict, no? I told it was heavily raining here. That is the problem. Power boy. Anyway, then നിങ്ങളുടെ അടുത്ത് I just want then one teacher asked me about the KG lesson plan. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ലെസൺ പ്ലാന്റെ ഒരു മോഡൽ കഴിഞ്ഞ വർഷം നമ്മൾ തന്നിരുന്നു. That same lesson plan we will be reposting it. So the other teacher also, I would be sending back the lesson plan, that copy of the lesson plan, how I am preparing. I prepare the lesson plan according to new NEP and all.
record class is or online class is better. I told you, miss, record class is good in the sense parents can later watch it and teach their children. That is one thing. But live class should be there at least once in a week. It should be there. Why? Because then you will be having a contact. When you include activities for the kindergarten along with your in addition to the in accordance with your curriculum, fine motor skill activities should be there, gross motor activities should be there, and there should be social interaction activities should be there. So the teacher should be getting some time to interact with your children. That should be there, isn't it? So then only they will feel like schooling. I heard some children telling that, yeah, I have class at 3 o'clock. I have to go to my LKG, and they come and sit in front of their laptop or mobile phone. So there should be some time to interact. I'm telling you, you send recorded classes, do the recording neatly and beautiful. You should have everything there in the recorded class, that attachment, that emotional way of attaching, get attached to the children, and beautiful presentation, all the editing and other technical sides, everything should be there. But then later you should find out some time to interact with them, and that is necessary. So you can plan maybe, if you are sending 3 videos of English a week, just go for 1 live class. Then Malayalam page number 21 and page number 40, there is a mistake. That you can send me separately. Later, miss. I don't know. I don't have the textbook right now. We are starting this year. Can you explain about notebook and lesson plan? Notebook, I told you. Lesson plan, I will send you. If your number is added to the group, I will send you that. Then notebook is there. You have to make them write in the notebook, but it will take some time. I told you, it will take some time. Don't give too much focus to the notebook. Let the parents make the children write in the notebook when you instruct, and let them put the signature and send back the image. You need not get worried too much about the notebook. It may take some time. So now the parents have a lot of time, and the children also have a lot of time because they are at home. So they can take their own time and write the notebook. And if it is not, if you find, since it is a time, notebook was prepared not for this pandemic time. So if you find it not necessary, some of the pages or some of the words, you can delete it. You can ask the parent not to make them write these words and go to focus on the simple things. When it comes to phonetics in UKG, I have given in the notebook space for writing the phonic sounds. Okay, like a bull, curl, and not the words. So let them write the phonic sounds and practice. That will be easy for the children. Don't give too much words to write and practice. But notebooks should be used, especially mathematics portion should be done. There are so many activities in the mathematics notebook. It is not simply like writing and practicing. They can do a lot of activities. And lesson plan, I told you I will send it. Lesson plan includes this objectives, learning outcomes and all. And of course, then the activities, experiential learning activities. Sometimes maybe EVS, you can teach English, some aspect of the English there, isn't it? If you introduce vegetables, a potato, a brinjal, which is the vegetable that starts with the vowel sound. So whatever. So if you teach like that, then articles also could be included in EVS, so that interdisciplinary linkage should be could be shown in the in that part. Like that, different aspects of writing the teaching note. I explained it very well in that written PDF form. I mean the written lesson plan, and I will send it once again. Then, sir, please send a lesson plan 1 copy. Sure, I will send it. How to improve the kids' self-confidence because they start crying when they write something wrong. I'm a maths teacher. Mainly, I noticed this in the topic before number and backward counting. I don't know why they cry. Okay, so it's better to give them a lot of activities related to this. That is before number and after number. Okay, and it depends on the way you handle the class. I don't know why they cry for making mistakes, but you can give a lot of appreciations. You should help them to write the correct answer once. Help them to write the correct answer once and appreciate and give them a lot of confidence. Appreciate their confidence in writing that. The second time, even if they make a mistake, you please focus on telling that, no, you made it correct in the last time. So you are double okay, no problem. But you can, you find out the mistake in what happened. I will help you. So that's all.
I don't think all the students would try, maybe 1 or 2. So they may be having that lack of confidence. Do some activities to improve that. Sir, we teachers from Shri Vidya Kannur also write use it the first time. Hope we all will getting, or everyone will be getting the lesson plan. Please contact your executive so that they will be adding your number to the WhatsApp group. Please send the lesson plan. Starting your text, please give lesson plan. Where are we handling? When we are handling English class, we all translate the words and sentences in Malayalam also, so that they can understand better. But that is a wrong practice. You should not translate words and sentences to Malayalam. I said a lot about this thing in the previous sessions. Okay, you should not do that. Clear? You should use your ability to express things. Use your facial expressions. Show the models. Okay, I mean objects and flashcards or whatever, pictures or whatever, and make them understand. If you find it very difficult, from the beginning, use the verbs and nouns in English itself and say Malayalam sentences. Okay. Endina cry cheyane? Endina cry cheyane? Why are you crying? Endina cry cheyane? So they understand the meaning of cry. Is it clear? നമ്മൾ അവരോട് എല്ലാവരും പുസ്തകം എടുക്കൂ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ അവർ പുസ്തകം എടുക്കൂലേ? They know the word book. They know the word text. What is the meaning of that? So they understand and do it. So നമ്മുടെ തെറ്റിദ്ധാരണയാണ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്താലേ അവർക്ക് മനസ്സിലാവുന്നു. You use the same word 2-3 days and make them understand. If you want them to take the textbook, show the textbook and tell, take the textbook, take the textbook. They can understand. So if you use the same sentence in the next class, next day, of course they can understand. So don't translate. If you want one class on this, I will give you. Sir, we also need lesson plan. Do you have any videos to go with each lessons? Yeah, there are so many videos in the Password, but in Butterfly's YouTube channel, go with that. There are lessons for almost all the topics in LKG and UKG. Which tool is best for scribbling, pencil or crayons? Crayons in the beginning, so children would feel it like a painting or drawing, so they will do it. Then pencil. But after 1 or 2 weeks or 1 month, you can go to pencils. By the time they use the pencil, they can start writing in the notebook also. How to start cursive writing for UKG? Oh my God. So far I have been telling that it's giving writing in this LKG and UKG during this online class time, this pandemic, it's difficult, and you're asking how to start cursive writing. Cursive writing, if you want to start it, you just shoot a video of how you write it. That means that video of you writing, only your hand, your pencil, and you are writing in the notebook or in the 4-line how to write it. Shoot the video and send them. Okay, so that they can follow the way that you are doing it. Not writing on the blackboard, I'm telling. You write it in a 4-line and shoot only your hand, pencil, and the page. Okay, that thing. And that is one thing. And please do some pre-writing activity like art work on cursive letters. Some art work on cursive letters. Okay, that is gluing. Apply glue on the paper. In the shape of the cursive letter, then throw some sand or something on that, let it dry, and then let the children trace over that. Okay, just like we do sandpaper letter tracing. They won't be getting sandpaper letters for learning cursive in their home. So let them just a minute. My power has come and okay. So is it okay now, Srijit? Yes, sir. Okay. So let them trace and learn the root of the letter. Okay, that is like a mapping. Then let them have the image in their brain so that they can then they will somehow they will learn
Vineet sir, it is okay. Please continue. In between calls are coming. Okay. Now the next one, please add my number. Please add my number. So many teachers have given the numbers to add, and please share the links of online tools if you have. I will share the link. I will share the link in the sense I will send you the tool's name. You can search it and find out and learn it. Okay. To which tools is best for scribbling? How start cursive writing? Did any changes in the textbook in last year? No change. No change in the textbook. Then Malayalam page printing mistake. Srijit, please note down page number 21. Letter nga. Sure, sir. How can we conduct it? I think it is How corrected. can we conduct test papers properly? Test papers properly. See, nowadays in this online learning, the easiest way to have test papers is like Google Form test papers and oral test paper. And there are so many worksheets from Password. You can download that worksheets from the website, give that worksheets, let the parents contact it and let them send it back. The more easiest way for you, the more comfortable way for you is to conduct more oral tests. When you conduct oral test also, you can show them pictures and identify the pictures and say the first letter and so something like that. The other test paper we need only for them to write. It's in writing, isn't it? Why we are conducting pen and paper test? We want to see them writing something. That's all. Clear? That is what I'm telling. In that test paper, we cannot make sure that they will be truthful in that. Not children, but the parents. Clear? Otherwise, you just go for a live test paper. Please ask the children to take a pencil and pen, write it now, and please request the parents to send the image to your WhatsApp after the test paper. So you can see them writing in front of you. Maybe after that, some kind of manipulations will be done by the parents. I don't know, but otherwise. Okay. Then please send the videos and videos are there in the Butterflies YouTube channel and the lesson plan we will send. So can you give the link for online tools? Okay, not link the names. Please send lesson plans. So please share the link of online tools. If you have, please mention online teaching tools. Now I have online meeting from my school, so I'm leaving also. So okay, please add my number, any videos, and please share any online tools for kindergarten. Please add my group. There is a tool for writing cursive writing in the YouTube channel where they use toy cards, which is interesting. Cursive writing. Yeah, that is given by a teacher. In the YouTube channel, there is a tool for cursive writing. They use toy cards, which is interesting. I don't know, you have to search. Then thank you, teacher, for that suggestion. Children can practice at later stage if they wish. Okay, that's correct. But if some of the schools might have already given the textbook and such things. Otherwise, he can keep this cursive writing for later time. But if you have already given the textbook and if you definitely want that to be given, that training that has to be given in this year, please go with what I said or go for some other tools. Okay. Does each parent have to pay extra money for the worksheets and as they purchase the textbook? No. That is, if you are giving the printed worksheets form from the school, then of course they have to pay the money. Okay. If you are giving the PDF form, let them take the printout from outside. Then why should they pay the money for that? Please send name along with the school name and that. Should we take separate classes for colors? Of course, you have to take separate classes for colors. Separate classes for colors. So I think I did one video for exclusively for introducing colors. That is there at YouTube. So we teachers need teachers copy so that online teaching is made easier. Srijit, please make a note of that. Sure, and yeah, please add my number. I think the questions are over. Okay. Now, Srijit, if you want to show them something related to the textbook, you can please. Okay, sir. We can show them the website. Are you doing it, Srijit? Yes, sir, I am doing now. നമ്മുടെ വെബ്സൈറ്റിന്റെ ID www.passwordbooks.in.
ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ വർക്ക്ഷീറ്റ്സ്, ഹാൻഡ് ബുക്സ്, ഇ ബുക്സ്, നമുക്ക് വേണ്ടി വരുന്ന എല്ലാ മെറ്റീരിയൽസും ആഡ് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷീറ്റ്സ് വേണ്ടവർ ജസ്റ്റ് വർക്ക്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലാസ് വൈസ് ഫോൾഡേഴ്സ് ഉണ്ടാവും. LKG, UKG, 1, 2. നമുക്ക് ഏത് ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റ്സ് ആണോ വേണ്ടത് ആ ക്ലാസ് ചൂസ് ചെയ്യുക. അവിടെ എല്ലാ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, സാമ്പിൾ വർക്ക്ഷീറ്റ്സും ഉണ്ട്, കംപ്ലീറ്റ് സെറ്റും ഉണ്ട്. ഈ കംപ്ലീറ്റ് സെറ്റ്സ് ആണ് നമ്മൾ കസ്റ്റമർ സ്കൂൾസിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് മാത്തമാറ്റിക്സ് ആണ് വേണ്ടതെങ്കിൽ ഈ കാണുന്ന ബ്ലൂ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ബോക്സ് ചെക്കൗട്ട് എന്ന രീതിയിലേക്ക് മാറുന്നു. ശേഷം ആ ചെക്കൗട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വർക്ക്ഷീറ്റ്സ് സെലക്ഷൻ ആയിട്ടുണ്ട്. ഇവിടെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. ആ എമൗണ്ട് കാണിക്കുന്നത് പബ്ലിക്കിന് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെല്ലാ സ്കൂൾസിലേക്കും ഒരു ഡിസ്കൗണ്ട് കോഡ് തരുന്നുണ്ട്. ഞാനിപ്പോൾ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യാം. ഹാവ് എ ഡിസ്കൗണ്ട് കോഡ്, ക്ലിക്ക് ടു എൻ്റർ ഇറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക, ആ ഡിസ്കൗണ്ട് കോഡ് എൻ്റർ ചെയ്യുക. കൈൻഡ്ലി നോട്ട്, LKGക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന വർക്ക്ഷീറ്റിൻ്റെ ഡിസ്കൗണ്ട് കോഡ് ബട്ടർഫ്ലൈസ് 001 എന്നാണ്. BUTTERFLIES 001. ഗ്രൂപ്പിലേക്ക് കൂടി ഷെയർ ചെയ്തോളാം. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എമൗണ്ട് നില്ലായി വന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ മെയിൽ ID കൊടുക്കുക. ഈ മെയിലിലേക്കാണ് നമ്മുടെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് PDF ആയിട്ട് വരിക. മൂന്ന് കോളത്തിലും ഡീറ്റെയിൽസ് ഫിൽ ചെയ്തതിന് ശേഷം പർച്ചേസ്. ഈ സമയത്ത് നിങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന മെയിൽ IDയിലേക്ക് വർക്ക്ഷീറ്റ്സ് PDF ആയിട്ട് എത്തിയിട്ടുണ്ടാവും. അത് കൂടാതെ ഇവിടെയും ലിങ്ക് ഇപ്പോൾ വരും. ആ ലിങ്കിൽ നിന്ന് നമുക്കത് എടുക്കാവുന്നതാണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വർക്ക്ഷീറ്റ്സ് കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ മെയിലായിട്ട് PDF ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഏത് ക്ലാസ്സിൻ്റെ ഏത് വർക്ക്ഷീറ്റ് ആണോ വേണ്ടത് ഇതേ സെയിം ഫോർമാറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാം. UKG വരുമ്പോൾ ഡിസ്കൗണ്ട് കോഡ് വ്യത്യാസമുണ്ട്. ബട്ടർഫ്ലൈസ് 002 എന്നാണ് UKGയുടെ ഡിസ്കൗണ്ട് കോഡ് വരിക. ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇ ബുക്ക് വേണ്ടവർക്ക് ഇ ബുക്കിൻ്റെ കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. അവിടെയും ക്ലാസ് വൈസ് ആയിട്ടുള്ള ഫോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇ ബുക്ക് ഏതാണെന്ന് ചൂസ് ചെയ്യാം. പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. ചെക്കൗട്ട് ക്ലിക്ക് ചെയ്യുക. ഒന്നിലധികം വർക്ക്ഷീറ്റ്സ് വേണമെങ്കിൽ എല്ലാം പർച്ചേസ് ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്ത് എല്ലാം ചെക്കൗട്ടായിട്ട് മാറിക്കോളും. ആ സമയത്ത് ഈ ചെക്കൗട്ട് ലിസ്റ്റിനകത്ത് അതെല്ലാം വന്ന് കിടപ്പുണ്ടാവും. സെയിം പ്രൊസീജിയർ. ഹാവ് എ ഡിസ്കൗണ്ട് കോഡ് LKG ഇ ബുക്ക് LKG ഇ ബുക്ക് 001 എന്നാണ് LKG ക്ലാസ്സുകളിലെ ബുക്കുകളുടെ ഡിസ്കൗണ്ട് കോഡ്. അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എമൗണ്ട് 0 ആവുന്നു. നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഇവിടെ ആഡ് ചെയ്യുക. ജെനുവിൻ മെയിൽ ID കൊടുക്കുക. ആ മെയിലിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ മെയിലായിട്ട് അത് വരുന്നതാണ്. ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിന് ഡിസ്കൗണ്ട് കോഡ് ആവശ്യമില്ല. അതല്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
ഇതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇട്ടേക്കാം. അത് കിട്ടാത്തവർ അതാത് എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ എല്ലാത്തിൻ്റെയും ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ്. വെബ്സൈറ്റിൽ മുകളിൽ വീഡിയോസ് എന്നുള്ള സെക്ഷനിൽ പോയാൽ നമ്മുടെ ലെസൺസുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇതേ വീഡിയോസ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ്. എല്ലാത്തിനും ഹെഡിങ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. ഏത് ടോപ്പിക്സിലാണോ നമുക്ക് കൂടുതൽ വീഡിയോസ് വേണ്ടത് അതിൻ്റെ എല്ലാം വീഡിയോസ് നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിലും പോയിട്ട് വീഡിയോസ് കാണാവുന്നതാണ്. താങ്ക് യു. Over to Bineet sir. Bineet sir. ഒപ്പം നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. Hello. Sir, audible. Sir, കേൾക്കാമോ? എനിക്ക് കേൾക്കാം. നീ തന്നെ ഇതിലൊന്ന് ആഡ് ചെയ്യോ ശ്രീ? എവിടെയാ സാറേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. സാർ അൺമ്യൂട്ട് ആണ്. സാർ സംസാരിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. I have joined from my laptop, so I told you to unmute from Yes, that. sir. Yes, sir. It's okay, sir. Please continue. Okay. So I hope the things are clear to you. And I saw one more question. One teacher has asked me, in LKG, Swaraksharangal only to write. Okay. I mean, only oral, not to write. But you have to teach them write the Swaraksharangal from Malayalam, R to that you have to make them write. Okay, but it will take this whole year, no problem. But you should make them write it. Okay, not only oral, but give more importance to oral. Any other questions? No, I don't think any other questions are there. So teachers, dear teachers, nice meeting you once again. And one thing I just found from your side, that is whether we should translate things to Malayalam, and we do it and the children understand. But I'm telling you, you should stop. You should stop that practice, and you should move on to, without translating itself, you can make the class make them understand what you're telling in English. So if you want a particular class on that, then we will do a class on that. But in the YouTube channel itself, so many videos are there how we are doing, how we are teaching English for LKG and UKG without translation. But if you want me to take a separate class for that, I will do that. We discussed all these things in the last year. That is why again and again I'm not repeating on that. Okay. So to sum up for today, your lesson plan should contain activities. Okay. Activities like fine motor activities, gross motor activities, and social interaction activities. And these activities are not separate from the curriculum. I'm asked this curriculum, how to teach the curriculum, how to teach the topics are through this activity. That is the main important thing. So please find out some interesting activities every day whenever you teach a topic. And yeah, of course, in LKG and UKG, according to NEP, two foundational things are there, that is numeracy and language. So make your children okay with the numbers, simply not only to read the number name and to count the numbers, but to use the numbers. Okay, to compare the numbers, to sequence the numbers, to add one and to subtract one. So such a practice should be given. Your activities should be should include these areas of numeracy and language skills. Of course, identifying the letters, understanding, identifying the sounds, reading words, reading small sentences like that. Okay, and the small higher order thinking, reasoning questions also should be given in between. Such activities also should be just like find the odd one out and all. Okay, if I am giving you, just to tell you, give your children 2, 4, 6, 8, 9, 10 and ask them who is the odd one out. Okay, please check whether they can find it out or not. Then if they find it out, 2, 4, 6, 8 and 9, that is odd one out, then you can, if you want, you may see 9 is
not in this group. It is an odd number. So the other numbers are even numbers. Your children will learn all such things. So all the very best for a wonderful academic year ahead. You can expect all sorts of help that you have been getting from Password Publishing House Private Limited in the last year, and of course maybe more than that. And we'll be having more sessions on particular areas. So the teachers, those who are very good in this, need not worry about it. But if there are teachers, those who use a textbook for the first time in this year, please contact your executive for a particular area for training sessions, maybe teaching English, maybe teaching Malayalam, or explaining story, or teaching rhyme, just like that. Then we will go for such classes. So anyway, go ahead with the confidence. Please have more interaction with your children. Our interaction doesn't mean that you have to talk a lot inside the class, but through the activities, you just go for interaction, make the classes live and beautiful, let them enjoy. They should not feel that they are not in the school, not in the class. Okay, so please. That's all. Thank you so much for, thank you so much. More than 700 teachers were there. Okay, so thank you. Always joining Password Publishing House Private Limited when they conduct some programs. That's the support, and that is why we are also showing that concern for you teachers, giving you all the support from our side. So thank you, Password Publishing House Private. Thank you, Binish sir. Dear teachers, one more point. നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിരിക്കുന്നത് മാതിരി നമ്മുടെ ടീച്ചേഴ്സ് മൊബൈൽ ആപ്പ് ആക്റ്റീവ് ആണ്. പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതിൻ്റെ പാസ്വേഡ് ID ഒന്ന് മാറിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. യൂസർ നെയിം വരുന്നത് ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അതിൻ്റെ പാസ്വേഡ് ടീച്ചേഴ്സ് 12345 TEACHUS 12345 സ്മോൾ ലെറ്റർ ആണ്. യൂസർ നെയിം വരുന്നത് ടെക്സ്റ്റ് ബുക്ക്. പ്ലേ സ്റ്റോറിൽ ടീച്ചേഴ്സ് എന്ന പേരിൽ മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്. അവിടെ നമ്മുടെ ലെസണിനെ ബേസ് ചെയ്തിട്ടുള്ള അനിമേഷൻസ്, വീഡിയോസ്, പ്രൊനൗൺസിയേഷൻ സൗണ്ട്സ്, അതുപോലെ തന്നെ മലയാളത്തിൻ്റെ പാട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് പാട്ടുകൾ, ഹിന്ദിയുടെ LKG UKG ക്ലാസ്സുകളിലെ ഹിന്ദിയുടെ അനിമേഷൻസ്, അതെല്ലാം മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് ട്രൈ ചെയ്യുക. ഇത് എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ അതാത് ഏരിയയിലുള്ള എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്യുക. അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ എന്തെങ്കിലും സപ്പോർട്ട്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്യുക. അവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. വർക്ക്ഷീറ്റ്സ്, ബുക്ക്, ഹാൻഡ് ബുക്ക്, ടീച്ചേഴ്സ് കോപ്പി ഉൾപ്പെടെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ബിനീഷ് സാർ ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. സാറിന് ഒരുപാട് റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നാലും സാർ ഒരു പരമാവധി പല ഡിവൈസിൽ നിന്ന് കയറിയിട്ടാണെങ്കിലും നന്നായിട്ട് ചെയ്തു. അതുപോലെ ടീച്ചേഴ്സ്, ഡിയർ ടീച്ചേഴ്സ്, കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. ഒരു നല്ല അക്കാദമിക് ഇയർ ആശംസിക്കുന്നു. വിനീഷ് സാർ, താങ്ക് യു സോ മച്ച്. So we can end the program with a जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे